ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ BS Dreams. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഈ കാണുന്ന സ്പൈഡർ പ്ലാന്റ്. ഇപ്പോൾ 2 ചുവട് ഞാൻ ഒരു കവറിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് പോട്ടിലേക്ക് മാറ്റണം. അപ്പം മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സ് ആണ്. അപ്പം പോട്ടി മിക്സും ഇതിന് കൊടുക്കേണ്ട വളപ്രയോഗങ്ങളും കെയറിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് നമ്മൾ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നടുന്ന പ്ലാന്റ് ആണ്. അതുപോലെ നമുക്ക് വാട്ടറിൽ വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് മണ്ണിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ പ്രൊപ്പഗേഷൻ മെത്തേഡും വളരെ ഈസിയാണ്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് ചെറിയ നീളത്തിനുള്ള സ്റ്റെമ്മുകൾ വന്നിട്ടുള്ള ഒരുപാട് തൈകൾ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു പഴയ പോട്ടാണ്. അപ്പോൾ ഇതിനുള്ളിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിനെ മാറ്റാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പോട്ടി മിക്സ് എന്തൊക്കെയാണ് എടുക്കേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ പോട്ടി മിക്സായിട്ട് ഞാൻ നോർമൽ ഗാർഡൻ സോയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് നനഞ്ഞിട്ടുള്ള മണ്ണാണ്. അതായത് കുറച്ച് മണലാണ്. അപ്പോൾ സ്പൈഡർ പ്ലാന്റിലുള്ള പ്ലാന്റ്സ് നമ്മൾ നടുമ്പോൾ മസ്റ്റായിട്ട് മണലും കൂടെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യുക. മണ്ണിലിട്ട് കൊടുക്കുന്നത് വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ചെളി കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് മണൽ നമ്മൾ ഇട്ട് കൊടുക്കുക. മണലില്ലാന്നുണ്ടെങ്കിൽ മെറ്റൽ പൊടി ആയാലും മതിയാവും. ഇതാ ഒരു തവി എല്ലുപൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ പോട്ടി മിക്സിലൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു തവി വേപ്പും പുണ്ണാക്കാണ്. അപ്പോൾ അതുകൂടെ നമുക്കിതിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചകിരിച്ചോറോ ചാണകപ്പൊടിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പോട്ടി മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലായിടത്തും വളങ്ങളെല്ലാം ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, അപ്പോൾ നമ്മൾ പോട്ടിനുള്ളിൽ എന്തെങ്കിലും കല്ലോ ചരളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഹോള് നന്നായിട്ട് അടഞ്ഞു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ തൊണ്ടിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതിയാവും. അപ്പോൾ ഞാൻ ഇതുപോലെ 2-3 കല്ലിൻ്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലേക്ക് വെള്ളം വാർന്നു പോകാനായിട്ട് ഞാൻ 2-3 തൊണ്ട് ഇങ്ങനെ മലർത്തിയാണ് ഇടാനുള്ളത്. കണ്ടോ, ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റിനെ ഈ കവർ കീറിയിട്ട് പ്ലാന്റിനെ ഇങ്ങനെ എടുക്കാം. കാരണം ഈ മണ്ണ് അധികം വളങ്ങളുള്ളതല്ല. അപ്പോൾ നമുക്ക് ഇപ്പം നിറച്ച പോട്ടി മിക്സ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ്സിനെ ഒന്ന് കവർ കീറിയിട്ട് എടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഈ മണ്ണ് ഇതുപോലെ ഈ ഒരു പ്ലാന്റിൻ്റെ വശങ്ങളിൽ നിന്ന് ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഈ പോട്ടി മിക്സ് നമുക്ക് ഈ ഒരു പോട്ടിനുള്ളിലേക്ക് നിറച്ച് കൊടുക്കാം. ഏകദേശം ഒരു 3/4 പോട്ടോളം നമുക്ക് ഈ പോട്ടി മിക്സ് പോലെ നിറച്ച് കൊടുക്കണം. നമുക്ക് ഇളക്കി വെച്ചേക്കുന്ന പ്ലാന്റിന് അധികം മണ്ണ് നമ്മൾ മാറ്റിയിട്ടില്ല. കണ്ടോ, ഈ ഒരു ചുവട്ടുള്ള മണ്ണ് ഇതിൽ ഇരുന്നോട്ടെ. അപ്പോൾ ഇതിനെ നമുക്കിതിലേക്ക് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മൾ പ്ലാന്റ് ഇതാ പതുക്കെ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബാക്കി വശങ്ങളിലും കൂടി ഈ പോട്ടി മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലീഫൊന്നും അടിയിലായി പോകാതെ ലീഫ് ഇങ്ങനെ വശങ്ങളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വേര് കുറച്ച് ഭാഗം മുകളിലേക്കുണ്ട്. അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. കണ്ടോ, നമ്മുടെ പ്ലാന്റ് നമ്മളിതാ പോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പോട്ട് ഫുള്ളായിട്ട് കണ്ടോ ഇതുപോലെ നിറച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ടില്ല ചുവട്. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മണ്ണങ്ങ് താന്ന് പോവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്ലാന്റ് നടിയൽ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി 2 ദിവസം നമുക്ക് നനയാതെ ഒന്ന് വെക്കണം. കാരണം മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഇട്ട മണ്ണായതുകൊണ്ട് ഈ മണ്ണൊന്ന് ടൈറ്റ് ആവുന്ന വരെ നമ്മൾ മഴയത്ത് വെക്കരുത്. അപ്പോൾ നമ്മുടെ സ്പൈഡർ പ്ലാന്റ് അല്ല, ബാക്കി എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സ് നമുക്ക് ഇതുപോലെ പോട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മസ്റ്റായിട്ട് ഇതുപോലെ നമ്മൾ മണലും ചകിരിച്ചോറൊക്കെ ഉണ്ടെങ്കിൽ ചകിരിച്ചോറൊക്കെ ഇട്ട് വേണം പോട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ വേപ്പ് മുണ്ണാക്ക എല്ലുപൊടി ഇട്ടുകൊണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്ന് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ പ്ലാന്റ് കുറച്ചുകൂടെയൊക്കെ ഒന്ന് വലിപ്പത്തിലായതിനു ശേഷം നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിന് കൊടുക്കാവുന്നതാണ്. മസ്റ്റായിട്ട് നമുക്ക് ഇതുപോലെ വേപ്പ് മുണ്ണാക്ക് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വളങ്ങൾ ഒരു കാരണവശാലും നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ തട്ടാനായിട്ട് ഇടവരാതെ വശങ്ങളിൽ പോട്ടിൻ്റെ വശങ്ങളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചാണക ചാണകവും കഞ്ഞിവെള്ളം, പച്ച ചാണകവും കഞ്ഞിവെള്ളവും ഒഴിച്ച് വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയാണെങ്കിൽ അടിപൊളി വളമാണ്. പക്ഷെ നമ്മൾ ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇൻഡോർ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന വിൻഡോ സൈഡിലൊക്കെ വേണം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ പുറത്തൊക്കെ ഒന്നെടുത്ത് വെച്ച് കൊടുക്കുകയും വേണം. അതുപോലെ നനയ്ക്കുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ലീഫ് എല്ലാം നനയുന്ന രീതിക്ക് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ വളർന്ന് വരും.
അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റ്സ് തന്നെ പൊതുവേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ കളറിൽ വൈറ്റ് കളർ ലൈൻസ് പോലെ ഇങ്ങനെ ലീഫിൻ്റെ വശങ്ങളിലായിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടും എന്നുള്ളതാണ് ഈ പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ നടുമ്പോൾ ഒരുപാട് പ്ലാന്റ്സ് ഒരു പോട്ടി നടാതെ 1-2 പ്ലാന്റ്സ് മാത്രമായിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫ് ലൈറ്റായിട്ടൊന്ന് നനച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം നമ്മളെടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണ് സെറ്റായി പോവും, ചെളി കെട്ടും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ സ്പൈഡർ പ്ലാന്റ്സൊക്കെ എപ്പോഴും ഗാർഡനൊരു ഭംഗി തരുന്ന പ്ലാന്റ്സാണ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതിനേക്കാളും ഭംഗി വരും നമ്മുടെ പ്ലാന്റിൽ നിറയെ തൈകളും കൂടിയൊക്കെ വരുമ്പോൾ. ഈ ഒരു ചെറിയ സ്പൈഡർ പ്ലാന്റോട് നമുക്കൊരു കവറിലായിട്ട് നട്ടു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആ സെയിം പോട്ടി മിക്സ് നമ്മൾ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റോട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ വശങ്ങളിലായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് റൂട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലൂടെ നമുക്ക് ആ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നട്ടിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ അരേലിയ പ്ലാന്റ്സ് ആണ്. ഇത് നമ്മുടെ അടുത്തൊരു വെറൈറ്റി അരേലിയാണ്, കണ്ടോ. ഇത് വെരിഗേറ്റഡ് ആയിട്ടുള്ള മിനിയേച്ചർ അരേലിയാണ്. അധികം വലുപ്പത്തിൽ വളരുന്ന പ്ലാന്റ് അല്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ പരിപാലനവും വളപ്രയോഗവും അതുപോലെ തന്നെ നടീൽ രീതി ഇതൊക്കെ ഞാൻ ഇപ്പോൾ പുതുതായിട്ട് പോട്ട് ചെയ്ത് നട്ടതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നടീൽ രീതിയും കാര്യങ്ങളും പോട്ട് മിക്സും ഒക്കെ നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നൊരു കാണുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ട് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ പരിപാലനത്തെക്കുറിച്ചും നടീൽ രീതിയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചൊക്കെ പറയാനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഉടനെ കാണാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.